വന്ദേ മുകുന്ദ ഹരേ ജയ ശൗരേ ബഹാരി മുരാരേ ദ്വാപര ചന്ദ്രിക ചർച്ചിത. സുഹൃത്തുക്കളെ, ഈ പാടുന്ന മനുഷ്യന്റെ പേരാണ് ഞെരളത്ത് ഹരിഗോവിന്ദൻ. ഇദ്ദേഹം ഇപ്പോൾ ലീഗിന്റെ ഒപ്പാണ്, മുസ്ലിം ലീഗിൽ ചേർന്നിരിക്കുന്നു. ഇതിപ്പോ എന്താ അത്ര വലിയ വാർത്ത വെച്ച് കഴിഞ്ഞാല്, മുസ്ലിം ലീഗിൽ ചേരുന്നതിന് തൊട്ട് മുമ്പ് വരെ അദ്ദേഹം സംഘിയായിരുന്നു. അദ്ദേഹം ഇടതുപക്ഷത്തിനൊപ്പമായിരുന്നു, അദ്ദേഹം RSSനൊപ്പമായിരുന്നു, ശാഖയിലായിരുന്നു കളി മുഴുവൻ. ഇപ്പോഴും അദ്ദേഹം ഈ അടുത്ത ഇലക്ഷന് സ്ഥാനാർത്ഥികളൊക്കെ നിശ്ചയിച്ച് കഴിഞ്ഞതിന് ശേഷം ഇദ്ദേഹം മുസ്ലിം ലീഗിൽ ചേർന്നു. അദ്ദേഹം പറയുന്നുണ്ട്, മുമ്പ് ചേർന്ന് കഴിഞ്ഞാൽ ഞാൻ സ്ഥാനാർത്ഥിയാവാൻ വേണ്ടി വന്നതാണ് എന്ന് നാട്ടുകാർ പറയും, അതുകൊണ്ടാണ് ഞാൻ ഒരല്പം വൈകിട്ട് വന്ന് ചേർന്നത് എന്ന് ഞെരളത്ത് ഹരിഗോവിന്ദൻ പറയുന്നു. ഇങ്ങനെ മുസ്ലിം ലീഗിനൊപ്പം ചേർന്നുകൊണ്ടായിരിക്കണം ആ ഒരു ചേർന്നതിന്റെ താഴത്തുള്ള കമന്റുകൾ, മുസ്ലിം ലീഗ് അല്ലാത്ത ആളുകളുടെ കമന്റുകളിൽ ഒന്ന് ഇങ്ങനെയാണ്: നാളെ മുതൽ മാപ്പിളപ്പാട്ടും പാടി നടക്കാമെന്നാണ് നമ്മുടെ ഞെരളത്ത് ഹരിഗോവിന്ദനോട് ഒരാൾ മറുപടി പറഞ്ഞിരിക്കുന്നത്. മുസ്ലിം ലീഗിന്റെ ഒപ്പം അല്ലേ, മലപ്പുറം അല്ലേ, നാളെ മുതൽ മാപ്പിളപ്പാട്ട് പാടി നടന്നോളീം എന്നാണ് നമ്മുടെ ഞെരളത്ത് ഹരിഗോവിന്ദന് പറഞ്ഞത്. ഞെരളത്ത് ഹരിഗോവിന്ദൻ ചിലപ്പോൾ മാപ്പിളപ്പാട്ട് ഇടക്കിൽ പാടിന്നൊക്കെ വരും. അങ്ങനെ മൂപ്പരങ്ങണ്ട് ഇവിടെ മലപ്പുറത്ത് മുഴുവൻ മാപ്പിളപ്പാട്ടാണെന്നും ഇവിടെ മറ്റു പാട്ടുകളൊന്നും പാടാൻ പറ്റില്ലെന്നും ക്ഷേത്രങ്ങളെ പാട്ടൊന്നും ഇവിടെ പാടാൻ പറ്റില്ലെന്നൊന്നും നിങ്ങളൊന്നും വിചാരിക്കേണ്ട. ഈ ഞെരളത്ത് ഹരിഗോവിന്ദൻ ഈ മലപ്പുറത്ത് തന്നെ ജീവിക്കുന്നത്. ഈ മലപ്പുറത്താണ് നമ്മുടെ ഞെരളത്ത് ഹരിഗോവിന്ദൻ ജീവിക്കുന്നുള്ള യാഥാർത്ഥ്യം മനസ്സിലാക്കുക. ഈ മലപ്പുറത്താണ് അദ്ദേഹത്തിന് പിതാവും ജീവിച്ചിരുന്നുള്ള ഒരു യാഥാർത്ഥ്യം മനസ്സിലാക്കുക. അദ്ദേഹത്തിന് പിതാവും ഇദ്ദേഹവും ഇപ്പോഴും കൊട്ടിപ്പാടി തന്നെ മുന്നോട്ട് ജീവിതം കൊണ്ടുപോകുന്നു എന്ന് മനസ്സിലാക്കുക. സംഗതി അതൊന്നുമല്ല. ഇതിന് ഞെരളത്ത് ഹരിഗോവിന്ദൻ എന്ത് ഉത്തരം കൊടുത്തു എന്നല്ല നമ്മൾ പറയേണ്ടത്. അത് ഭയങ്കര രസമുള്ളതാണ്. കൃഷ്ണസ്തുതിക്ക് മൈക്ക് പിടിച്ചു തരുന്നത് ജില്ലാ ലീഗ് പ്രസിഡന്റാണ്. ഇതാണ് ഫേസ്ബുക്ക് പോസ്റ്റുമായിട്ട് ഞെരളത്ത് ഹരിഗോവിന്ദൻ പ്രത്യക്ഷപ്പെട്ടത്. മാപ്പിളപ്പാട്ട് പാടി നടക്കേണ്ടി വരും എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം ഒരു വീഡിയോ ഷെയർ ചെയ്തു. അത് ഞാൻ തുടക്കത്തിൽ കാണിച്ചു തന്നെ. വന്ദേ മുകുന്ദ ഹരേ ജയ ശൗരേ. ഇത് ഇദ്ദേഹം പാടുന്നൊരു പ്രത്യേക സ്റ്റൈലാട്ടോ. എന്തായാലും ഇദ്ദേഹം പറയുന്നത്, ഞാനിവിടെ കൃഷ്ണസ്തുതിയാണ് പാടുന്നത്. വന്ദേ മുകുന്ദ ഹരേ, കൃഷ്ണസ്തുതിയാണ്. ആ കൃഷ്ണസ്തുതി ഞാൻ പാടുമ്പോൾ അതിന് മൈക്ക് പിടിച്ചു തരുന്നത് നമ്മുടെ മുസ്ലിം ലീഗിന്റെ ജില്ലാ ലീഗ് പ്രസിഡന്റാണ്. ജില്ലാ ലീഗ് പ്രസിഡന്റ് മുസ്ലിമാണ്. ആ മുസ്ലിമാണ് ഒരു കൃഷ്ണസ്തുതി പാടാൻ വേണ്ടിയിട്ട് നമ്മുടെ ഞെരളത്ത് ഹരിഗോവിന്ദന് മൈക്ക് പിടിച്ചു കൊടുക്കുന്നതെന്ന്. ഇതൊക്കെ പോരെ കേരള സ്റ്റോറി എന്നുള്ളതാണ് എന്റെ ചോദ്യം. നോക്കൂ, ഇവിടെ അങ്ങനത്തെ വിഷയങ്ങളൊന്നുമില്ല. നിങ്ങൾ ദൈവസ്തുതിയാണോ പാടുന്നത്, ഇതാ മൈക്ക് പിടിച്ചു തരാം. മനസ്സിലായില്ലേ? നിങ്ങളിപ്പോ കൃഷ്ണ ഭഗവാനെ പ്രകീർത്തിച്ചുള്ള ഒരു പാട്ടാണോ പാടുന്നത്, ഞങ്ങൾ മൈക്ക് പിടിച്ചു തരുന്നത്. അതിനിപ്പോ എന്താ പ്രശ്നം? നിങ്ങൾ പാടിക്കോളിൻ എന്നത്. അതിന്റെ അപ്പുറത്തേക്ക് വേറെ വിഷയം നമ്മുടെ മലപ്പുറത്തുകാർക്ക് ഇല്ല എന്നുള്ളതാണ്. പക്ഷെ ഇതൊന്നും ഇവിടെ നടക്കൂല എന്നൊക്കെ പ്രചരിപ്പിച്ച് നടക്കുന്ന ആളുകൾക്കുള്ള ഒരു അടി കൂടിയാണ് സത്യം പറഞ്ഞാൽ ആ ഒരു വീഡിയോ. ഇനി വേണമെങ്കിൽ ആ വീഡിയോ നിങ്ങൾ ഒന്നുകൂടി കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങനെ മനസ്സിലാവും. നിന്റെ ദ്വാരകാപുരിയുടെ കോലക്കുഴൽ പാട്ടും അമ്പാടിപ്പൈകളും എവിടെ ക്രൂരം നിഷാദ ശരം കൊണ്ടു നീറുമി നെഞ്ചിലെ ആത്മപ്രണാമം. അപ്പോ ഇപ്പൊ ഏകദേശം ആളുകൾക്കൊക്കെ ഒരു ഏകദേശം ഉത്തരം കിട്ടിയിട്ടുണ്ടായിരിക്കും. വെറുതെ ഇങ്ങനെ മലപ്പുറത്തെ മോശമാണ്, ഇവിടുത്തെ മാപ്പിളാരൊക്കെ പ്രശ്നമാണ്, ഇവിടെ വന്ന മാപ്പിളപ്പാട്ട് മാത്രമേ പാടാൻ പറ്റുള്ളൂ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എന്തിനാണ് ഇമാതിരി വർഗീയ വർത്താനങ്ങളൊക്കെ പറഞ്ഞിട്ട് ഫേസ്ബുക്കിൽ ഇങ്ങനെ വെറുതെ നാണം കെടാൻ കുത്തിരിക്കുന്നത്? അപ്പോൾ സുഹൃത്തുക്കളെ, ബൈ.